എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ അഖിൽ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ടാണ് അവിടെ പോയി ചാൻസ് വാങ്ങിച്ചിരിക്കുന്നതെന്നാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ പെണ്ണുങ്ങളെല്ലാം കിടന്നു കൊടുത്തിട്ടാണ് പോയിരിക്കണെന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവന്റെ ലാംഗ്വേജിൽ വന്നൊരു സാധനം എന്ന് പറയുന്നത്. இல்ல ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്. അവനെ എന്റെ കൺമുന്നിൽ കണ്ട അവനെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടെ നിന്നാടാ കഴിവ് പറഞ്ഞ മോനെ ഇത് കേട്ടത്? വേണ്ടായിരുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ആ ബിഗ് ബോസ് ഹൗസിനകത്തെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ എല്ലാവരും ഉൾപ്പെടുന്നു. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. എന്നിട്ട് ഞാൻ അവന് ഒരു പോസ്റ്റ് ഇട്ടു, ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ എന്ന് നടത്തിയ പരാമർശം അഖിൽ മാരാർ പിൻവലിക്കണമെന്ന്. പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാലി തൂക്കി ഞാൻ തറയിലടിച്ചാനെ. ഞാൻ അത് എല്ലാവരും അല്ല പറഞ്ഞത്, ഞാൻ ചില പെണ്ണുങ്ങൾ അപ്പോഴും അവനൊരു മാടമ്പി ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് പറയുന്നത്. അതിനൊരു അപ്പോളജി രീതിയല്ല. പക്ഷെ ആ ചില എന്ന് പറയുമ്പോഴത്തേക്കും ഈ അഖിൽ ആരാണ്? ഞാൻ നിന്റെ തൊണ്ട കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ